വിശുദ്ധ റമദാനിലെ നോമ്പിനെക്കുറിച്ചുള്ള പരാമർശം ഖുർആനിലെ 2-ാം അധ്യായം സൂറ ബഖറയിലാണ് ഉള്ളത്. സൂറ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള വചനങ്ങളിലാണ് നോമ്പുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ പടച്ചതമ്പുരാൻ സൂചിപ്പിക്കുന്നത്. 183-ാമത്തെ വചനം അവസാനിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 187-ാമത്തെ വചനം അവസാനിക്കുന്നതാകട്ടെ ലഅല്ലഹും യത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാവാൻ വേണ്ടിയാണ്, സൂക്ഷ്മതയുള്ളവരായി വിശ്വാസികൾ മാറാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ഇസ്ലാമിലെ ആരാധനാക്രമങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാലും വിശ്വാസിയുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ വ്യക്തിത്വത്തെ തിളക്കമുള്ളതാക്കി തീർക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇതൊക്കെ പടച്ചതമ്പുരാൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. 5 നേരം കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ യാതൊരു അഴുക്കും അവശേഷിക്കാത്തതുപോലെ 5 നേരം നിർബന്ധമായി നമസ്കരിക്കുന്ന വിശ്വാസിയുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സക്കാത്ത് എന്ന പദത്തിൽ തന്നെ ആ ആരാധനാക്രമത്തിലൂടെ നാം കൈവരിക്കേണ്ടുന്ന മൂല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വളർച്ച, വിശുദ്ധി എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും സമ്പത്തിനെ ശുദ്ധീകരിക്കുവാനും വേണ്ടിയാണ് പടച്ചതമ്പുരാൻ സക്കാത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഹജ്ജ് നിർവഹിച്ച് തിരികെ വരുന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി പിറന്നു വീണ കുഞ്ഞിനെ പോലെയാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധമായ ഹൃദയവുമായിട്ടായിരിക്കും ആ വിശ്വാസി തിരിച്ചു വരുന്നത് എന്ന് സാരം. ഇങ്ങനെ മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും വ്യക്തിത്വത്തെ വിമലീകരിക്കുവാനും ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകായോഗ്യനായ ഒരു മനുഷ്യനായി വിശ്വാസികളെ പരിവർത്തിപ്പിക്കുവാനും വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ റമദാനിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്ന പേര് തസ്കിയ സംഗമം എന്നാണ്. തസ്കിയ എന്ന അർത്ഥം തന്നെ, എന്ന പദം തന്നെ വിശുദ്ധി, വളർച്ച, പുരോഗതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള സർവതോന്മുഖമായ പുരോഗതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതക്രമം ചിട്ടയായി പാലിക്കുന്നതിലൂടെ, ഇസ്ലാം വിഭാവനം ചെയ്തിരിക്കുന്ന ജീവിതം വളരെ ശരിയായി നിർവഹിക്കുന്നതിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും വരുന്ന പുരോഗതിയാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുരോഗതി പ്രാപിച്ച് നല്ല ഒരു വ്യക്തിയായി ജീവിക്കുന്ന മനുഷ്യനാണ് വിജയമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നൊക്കെയുള്ള ഖുർആനിൻ്റെ പ്രയോഗം, പ്രഖ്യാപനം, അങ്ങനെയൊരു ആശയമാണ്, അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കൃത്യമായിട്ട് നിർണയിക്കുക, അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ
കൃത്യമായി നടക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തസ്കിയത്തുണ്ടാവണമെന്നാണ് മതം താല്പര്യപ്പെടുന്നത്. നോക്കൂ, മതം കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ, നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മതം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നത് അവൻ്റെ കർമ്മങ്ങളാണ്, അമലുകളാണ്. ഫമൻ സുഹ്സിയ അനിന്നാരി ഫഖദ് ഫാസ്. അതിഭീകരമായ ഭീഭത്സമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവൻ ആരാണോ അവനാകുന്നു യഥാർത്ഥ വിജയി എന്നാണ് ഖുർആൻ പറയുന്നത്. ആ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നാം നിർവഹിക്കുന്ന നമ്മുടെ അമലുകളാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ജീവൻ നൽകി, നിങ്ങളുടെ മരണം നിശ്ചയിച്ചു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിക്കാനുള്ള ഒരു കാലയളവ് ആയുസ് പടച്ച തമ്പുരാൻ നൽകി. ഈ ആയുഷ്കാലത്ത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ ആരാണോ അത് പരിശോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ ജീവിതം നൽകിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള ഈ ആയുസ് അതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നവനാണ് വിജയി എന്നുള്ളതാണ്. ആയുസ്സിന് അറബി ഭാഷയിൽ പറയാറുള്ളത് ഉംറ് എന്നാണ്. ഉംറ് എന്ന പദം തന്നെ അതിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കണം ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് എന്ന് ആ പദത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അമ്മറ യുഅമ്മിറു എന്നൊക്കെ പറഞ്ഞാൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കാനുള്ളതാണ്. നന്മകൾ കൊണ്ട്, പുണ്യങ്ങൾ കൊണ്ട്, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നിർമ്മിക്കാനുള്ളതാണ്. നിർമ്മിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദങ്ങളായിട്ട് വരുന്നതാണ് തകർക്കുക, തുലക്കുക, നശിപ്പിക്കുക തുടങ്ങിയ പദങ്ങളെല്ലാം. നമ്മുടെ ജീവിതം തകർക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല, തുലക്കാനുള്ളതല്ല, മറിച്ച് നന്മകൾ കൊണ്ട് നിർമ്മിക്കുവാനുള്ളതാണ് നമ്മുടെ ആയുസ് എന്നാണ് മതം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ, കർമ്മങ്ങൾക്ക് ബലമുണ്ടാവണമെങ്കിൽ, നാളെ പരലോകത്ത് കർമ്മങ്ങൾ കണക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അതിന് കനവും ബലവും മൂല്യവും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന 2-3 കാര്യങ്ങളെക്കുറിച്ച് മതം പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിയ്യത്താണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് കൃത്യമായ ഒരു ആസൂത്രണമുണ്ടാകും, പ്ലാനിങ് ഉണ്ടാകും. ഇന്ന് ഈ പരിപാടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയും മറ്റുമൊക്കെ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്, ഓരോ യൂണിറ്റിൽ നിന്നും ആളുകൾ എങ്ങനെ വരണം, ഏതൊക്കെ വാഹനത്തിൽ വരണം, ഏത് സമയത്ത് വരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കൃത്യമായിട്ട് പ്ലാനിങ്ങുകൾ നമ്മൾ നടത്താറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങളുടെ പ്ലാനിംഗ് ആണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഒരു മനുഷ്യൻ്റെ, വിശ്വാസിയുടെ പ്രവർത്തനത്തിന് ബലമുണ്ടാകുന്നത്, അതിന് കനമുണ്ടാകുന്നത്, അതോടൊപ്പം തന്നെ അത് ഫലവത്തായി തീരുന്നത് നിയ്യത്തിൻ്റെ ബലമനുസരിച്ചാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല, ആ പ്രവർത്തനം അവസാനിക്കുന്നത് വരെ വിശ്വാസിയുടെ മനസ്സിൽ ശക്തമായി നിലകൊള്ളേണ്ടുന്ന ഒന്നായിട്ടാണ് മതം നിയ്യത്തിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പ്രമുഖനായിട്ടുള്ള താബിഈ പണ്ഡിതൻ മുത്തറഫ് ഇബ്നു അബ്ദുള്ള ഒരിക്കൽ പറയുകയുണ്ടായി, സ്വലാഹുൽ ഖൽബി ബി സ്വലാഹിൽ അമൽ. മനുഷ്യന്റെ ഹൃദയത്തെ വിമലീകരിക്കുന്നത്, മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. നിരന്തരമായ സൽപ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കും.
വസ്വലാഹുൽ അമൽ ബിസ്വലാഹിൻ നിയ്യ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കനമുള്ളതായിത്തീരുന്നത്, അത് നന്നാകുന്നത് നമ്മുടെ നിയ്യത്ത് നന്നാകുമ്പോഴാണ് എന്നാണ്. നിയ്യത്ത് നന്നാകുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാവുന്നത്, കർമ്മങ്ങൾ നന്നാവുമ്പോഴാണ് ഹൃദയങ്ങൾ നന്നാവുന്നത്. അങ്ങനെയാണ് ഒരു നല്ല വ്യക്തി രൂപപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, എത്ര നിയ്യത്തിന്റെ ബലം കൊണ്ടാണ്, നിയ്യത്തിന്റെ ശക്തി കൊണ്ടാണ് ചെറിയ പ്രവർത്തനങ്ങൾ പോലും മൂല്യമുള്ളതായിത്തീരുന്നത്. ഒരിക്കൽ മറ്റൊരു താബിഈ പണ്ഡിതനായിട്ടുള്ള ഇബ്നു മുബാറക് റഹിമഹുല്ല പറയുന്നുണ്ട്, റുബ്ബ അമലിൻ സഗീരിൻ തുഅദ്ദിമുഹു നിയ്യ. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്തിന്റെ ശക്തി കൊണ്ട് മഹത്വമുള്ളതായിത്തീരുന്നത്. വറുബ്ബ അമലിൻ കബീരിൻ തുഹഖിറുഹു നിയ്യ. എത്രയെത്ര വലിയ പ്രവർത്തനങ്ങളാണ്, പക്ഷേ നിയ്യത്ത് ദുർബലമായതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെറുതായി പോകുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായി തീരണമെങ്കിൽ, അത് ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ നമ്മുടെ നിയ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടം നമ്മുടെ നിയ്യത്തനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിശ്വാസിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമെത്തുന്നത് വരെ പ്രവർത്തന നിരതനായിരിക്കണം വിശ്വാസി എന്നാണ് മതം താല്പര്യപ്പെടുന്നത്. ഉറപ്പായ മരണമെത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് പടച്ചതമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ഒരു സന്ദർഭവും പാഴാക്കാതെ കൃത്യമായി ഫലപ്രദമായി ജീവിതത്തെ വിനിയോഗിക്കുന്നവനായി തീരണം വിശ്വാസി എന്നാണ് മതം താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ. ഒരു സത്യവിശ്വാസി നെറ്റിത്തടത്തിൽ വിയർപ്പ് കണവുമായിട്ടാണ് മരണപ്പെടുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വിയർപ്പ് എന്ന് പറയുന്നത് അധ്വാനത്തിലൂടെ ഉണ്ടാകുന്നതാണ്. കർമ്മനിരതമായ ജീവിതം നയിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ ബാഹുല്യത്താൽ, പ്രവർത്തനത്തിന്റെ ആധിക്യത്താൽ, മൂല്യമുള്ള പ്രവർത്തനങ്ങളാൽ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നവനായിരിക്കും യഥാർത്ഥ വിശ്വാസി എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് മാത്രം മതിയോ? മൂന്നാമതൊരു കാര്യം കൂടി മതം പറയുന്നു. നിയ്യത്തുണ്ടായിരിക്കണം, നിയ്യത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. മൂന്നാമത് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിലയിരുത്തലുകൾ, മുഹാസബ ഉണ്ടായിരിക്കണം എന്നാണ്. ബുദ്ധിമാനായ വിശ്വാസിയെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ കയ്യിസ് മൻ ദാന നഫ്സഹു. ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുന്നവനാണ്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണാനന്തരമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനുമാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ പോരായ്മയുണ്ടോ എന്ന് അന്വേഷിക്കുക, പോരായ്മകൾ കണ്ടെത്തിയാൽ അതിനെ ശാക്തീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക, നിയ്യത്തിനെ വീണ്ടും നവീകരിക്കുക, പ്രവർത്തന പാതയിൽ ശക്തമായി മുന്നേറുക, പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ അമലുകളെ മാറ്റിമറിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളതാണ്. അപ്പം നിയ്യത്തും അമലും മുഹാസബത്തും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഇബാദത്തിൻ്റെ മേഖലകളിൽ, നാം ഇടപെടുന്ന ജീവിതത്തിൻ്റെ മറ്റുള്ള വ്യവഹാരങ്ങളിലൊക്കെ പടച്ചതമ്പുരാന്റെ ഹൈറും ബറക്കത്തും ഉണ്ടാകും. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഉണ്ടാകും. ആ വിശുദ്ധിയിലൂടെ നാം ഒരു വളർച്ച കൈവരിക്കും. അതിനാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ തസ്കിയത്ത് സിദ്ധിച്ച ആളുകൾക്കാണ് പരലോകത്ത് വിജയമുള്ളത്. അവസാനം വിജയികളുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, വിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യകരമായ സന്ദർഭങ്ങളിൽ നാം പ്രവർത്തനങ്ങളിലും അമലുകളിലുമെല്ലാം ശ്രദ്ധ പുലർത്താറുണ്ട്. ഖുർആൻ പഠനത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്താറുണ്ട്.
മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മുമ്പത്തേതിനേക്കാൾ ഏറെ നാം ശ്രദ്ധയും കണിശതയും നിഷ്ഠയുമെല്ലാം പാലിക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട്. നന്മ, അതുപോലെ തന്നെ പുണ്യപ്രവർത്തനങ്ങൾ, അമലുകൾ ചെയ്യുവാനുള്ള സന്നദ്ധത, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമായി മാറണം. ശീലമെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നതിന് നമ്മൾ ശീലമെന്ന് പറയാറില്ലല്ലോ. ഒരു മാസം മാത്രം ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ശീലമെന്ന് പറയാറില്ലല്ലോ. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നിരന്തരമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ശീലം എന്ന് പറയാറുള്ളത്. ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എൻഗേജ്മെന്റുകളുമെല്ലാം എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട്. ഇതെല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ നന്മയിലൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആ സന്ദേശം കൂടി കേൾപ്പിച്ച് ഞാൻ എൻ്റെ ഉദ്ഘാടന ഭാഷണം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂ ചെയ്യൂ, സുജൂദ് ചെയ്തു. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കൂ. വഫ്അലുൽ ഖൈർ, ജീവിതത്തിലുടനീളം നിങ്ങൾ നന്മ പ്രവർത്തിക്കൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം വിജയപ്രദമാവണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആരാധനാ കാര്യങ്ങളിലുള്ള നിഷ്ഠയുണ്ടാവണം. ജീവിതത്തിൽ പടച്ചതമ്പുരാൻ പാലിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണിശമായി നമ്മൾ പാലിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണം. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഒട്ടും പാഴാക്കാതെ അതിനെയൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനുള്ള ശ്രദ്ധയും ശ്രമവും ജാഗ്രതയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. എങ്കിൽ നമുക്ക് വിജയിക്കാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ആ രൂപത്തിൽ ക്രമീകരിക്കുവാൻ, ചിട്ടപ്പെടുത്തുവാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിരന്തരമായിട്ട് വിലയിരുത്തുവാൻ, കർമ്മങ്ങളെപ്പറ്റി ആലോചിക്കുവാൻ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് തന്നെ നിരന്തരമായിട്ട് ആലോചിച്ച് നമ്മുടെ കർമ്മങ്ങളിലും ജീവിതത്തിലുമെല്ലാം വരുന്ന പാകപ്പിഴവുകളെ തിരുത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരുക എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ISM അതിൻ്റെ പ്രവർത്തന പദത്തിൽ വളരെ ശക്തമായി വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പ്രാവശ്യം 15 സംഘടനാ ജില്ലകളിലും തസ്കിയ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഈ ആദർശ യൗവനം കേരളക്കരയിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യത്തെക്കുറിച്ച് ഈ പ്രബുദ്ധമായിട്ടുള്ള സദസ്സിനോട് കൂടുതലായിട്ട് സൂചിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നെനിക്കറിയാം. മുസ്ലിം ചെറുപ്പം തീവ്രവാദത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിനെ ഭൗതികമായിട്ട് പ്രതിരോധിച്ചത് ISM ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കുമെല്ലാം മുസ്ലിം കൈരളിയെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ, അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായപ്പോൾ അതിനെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ തെളിമയും ആദർശത്തിൻ്റെ മഹിമയും ഏകദൈവ വിശ്വാസത്തിൻ്റെ ഗരിമയുമെല്ലാം ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് യഥാർത്ഥ തൗഹീദിൻ്റെ വഴികളിലേക്ക് ഈ കേരളത്തിലെ ആളുകളെ കൊണ്ടുവരുന്നതിൽ ഇസ്ലാഹി പ്രസ്ഥാനവും ISM എല്ലാം നിർവഹിച്ച ദൗത്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ISM ഈ അടുത്ത് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള കാത്തുവെക്കാം സൗഹൃദ കേരളം എന്ന് പറയുന്ന മൈത്രി സംഗമങ്ങൾ നോക്കൂ. നമ്മുടെ കേരളീയ പരിസരത്തെ വിഷലിപ്തമാക്കുവാൻ, സാമൂഹിക ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ പലതരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ, കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റിയൽ സ്റ്റോറികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ പരിചയമില്ലാത്ത പല സ്റ്റോറികളും കൊണ്ടുവന്ന് അത്തരത്തിൽ സിനിമകൾ ഇറക്കിയിട്ട് ഇവിടെ കേരളത്തിൽ മതസൗഹാർദ്ദമില്ല, മനുഷ്യ സൗഹാർദ്ദമില്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള അജണ്ടകളെയെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ്
സമൂഹത്തിൽ മൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും എല്ലാം നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ മുന്നിൽ ISM ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ആദർശ യൗവനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകേണ്ടുന്ന സാഹചര്യമാണ്. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ നമുക്കറിയാം. നവ ലിബറലിസവും അതുപോലെ തന്നെ നവ ഫാഷിസവുമെല്ലാം പടച്ചുവിടുന്ന വികലമായിട്ടുള്ള ആശയങ്ങൾ, വികലമായ പ്രചാരണ വേലകൾ, നമ്മുടെ സമൂഹത്തിൽ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡാമേജുകൾ, പരിക്കുകൾ നമുക്ക് സമൂഹത്തിൻ്റെ ചുറ്റുഭാഗത്തേക്ക് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിനെയൊക്കെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ജനങ്ങളെ നന്മയിലും ധാർമ്മികതയിലും ധർമ്മത്തിലും അവരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ഈദ് സമ്മാനം ആദർശ യൗവനത്തിന് നിങ്ങൾ നൽകണം എന്നുകൂടി ISMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെരുന്നാൾ ദിവസത്തിലെ നമ്മുടെ സമ്മാനം അത് ISMൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി തസ്കിയ സംഗമം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.